ഹാറ്റർഡേസ് എല്ലാവർക്കും ഫ്യൂച്ചർ ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് പ്രൊഫൈം റിലേറ്റഡ് കുറച്ച് ന്യൂസുകൾ, അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോന്റെ മെയിൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഫണ്ടഡ് ഫേംസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾക്ക് ഫ്രീ ആക്സസ് ടെലിഗ്രാം ഗ്രൂപ്പാണ് ഉള്ളത്. അതിൽ തന്നെ നമ്മൾ എല്ലാ ദിവസവും ലൈവ് ട്രേഡിംഗ് സെഷൻസ് ഉണ്ട്. ബൂട്ട് ക്യാമ്പ് പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിലവിൽ 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. നമുക്കത് ഗൂഗിൾ മീറ്റ് വഴിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ES-ലും S&P 500-ലാണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് 6:50 മുതൽ ഒരു 7:50 വരെയുള്ള സമയത്താണ് ട്രേഡിംഗ് ആക്സസ് കാര്യങ്ങളെല്ലാം ഉള്ളത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ ബുക്ക് മാപ്പ്, അതേപോലെ തന്നെ ഓർഡർ ഫ്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന വോളിയം പ്രൊഫൈൽ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സെറ്റപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഏറ്റവും നല്ല ഫണ്ടഡ് ഫേംസ് ഏതാണ്, ഫണ്ടഡ് അക്കൗണ്ട്സ് ഏത് എടുക്കണം, അങ്ങനെയുള്ള കുറെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറെ മെസ്സേജ് കാര്യങ്ങളെല്ലാം വരാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് വന്നേക്കുന്ന കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫേംസുമായിട്ട് ഫണ്ടഡ് ഫേംസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ കൊണ്ട് അനലൈസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മളെല്ലാവരും ഫണ്ടഡ് ഫേംസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ ഒരു ഇത് വാച്ച് ചെയ്യണം. പ്രൊഫൈം മാച്ച് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് നല്ലൊരു സൈറ്റാണ്. ഈ ഒരു സൈറ്റ് നമുക്ക് ഫണ്ടഡ് ഫേംസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവരെ കമ്പനി എന്ന് പേ ഔട്ട്, അതുപോലെ തന്നെ ഇവർ വഴി എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഓഫർ കാര്യങ്ങളെല്ലാം കിട്ടും. അതുപോലെ ഇവിടെ ഫോറക്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സിന്റെ ഫേംസ് ഏതാ നല്ലത്, അതേപോലെ തന്നെ ക്രിപ്റ്റോന്റെ ഫേംസ് ഏതാ നല്ലത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഉള്ളത്. ഇവരുടെയൊക്കെ നല്ല ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇത് ചെയ്യാം. പിന്നെ അതുപോലെ പുതുതായിട്ടൊരു ഫേം വരുമ്പോൾ അത് നല്ലതാണോ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ ഡീലിസ്റ്റും ഇവർ ചെയ്യാറുണ്ട്. കുറച്ച് നാൾ മുമ്പ് ലേറ്റസ്റ്റ് ആയിട്ട് ഡീലിസ്റ്റ് ചെയ്തൊരു ഫേം ഫണ്ടിങ് ടിക്സ് ആയിരുന്നു. ഫണ്ടിങ് ടിക്സിന്റെ ഒരു പ്രശ്നം ആ ഒരു സമയത്ത് 1 മിനിറ്റ് റൂൾ എന്ന് പറഞ്ഞൊരു കൊണ്ടുവന്നു. ഫ്യൂച്ചേഴ്സിന്റെ ഫേംസിലൊന്നും അങ്ങനെ ഒരു സംഭവമേ കേട്ടുകേൾവില്ലാത്ത ഒന്നായിരുന്നു. പക്ഷെ ഫണ്ടഡ് ടിക്സ് അങ്ങനെ ഒരു റൂൾ കൊണ്ടുവന്നു. അതിനുശേഷം ഇവര് ഡീലിസ്റ്റ് ചെയ്തു. അതിനുശേഷം ആ ഡീലിസ്റ്റിന് ശേഷം ഏകദേശം 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഫണ്ടിങ് ടിക്സ് ഗാലിദ് അവര് ഫണ്ടിങ് ടിപ്സിന്റെ ആൾക്കാർ ക്ലോസ് ചെയ്തത്. അവരിപ്പോ ഫണ്ടിങ് ടിപ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഫോറക്സില്, CFD-ല്, ഫ്യൂച്ചേഴ്സിലായിരുന്നു ഫണ്ടിങ് ടിക്സ് കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫെയിം കൊണ്ട് ലിസ്റ്റ് ചെയ്യുന്ന കമ്പനികളെ കുറിച്ചും സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓരോ കമ്പനികളെയും അനലൈസ് നമുക്ക് കമ്പാരിസൺ നടത്താനായിട്ടും ഇവരിലുണ്ട്. ഇപ്പോൾ ബ്രൈറ്റ് ഫണ്ടഡ് പുതുതായിട്ട് വന്നേക്കുന്ന ഒരു ഫേമാണ്. ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങളും കൂടി ഒന്നുകൂടി നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതുപോലെ ബെസ്റ്റ് സെല്ലർ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ 5% ഓഫർ അങ്ങനെ എപ്പോഴും കൊടുക്കുന്ന ഒന്നല്ല. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫ്യൂച്ചേഴ്സിന്റെ ഫേംസിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ പല രീതിയിലും ഈ ഒരു സൈറ്റ് ഫണ്ടഡ് ഫേംസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ടും ഈ ഒരു ഫേംസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ഫ്യൂച്ചേഴ്സിന്റെ അക്കൗണ്ട് ഇതുവരെ എടുക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് തന്നെ ഏകദേശം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു 5-6 പേരൊക്കെ എടുത്തു. അതൊരു 3-4 പേരൊക്കെ പേ ഔട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു റീസൺ, ഒരു വർക്കിംഗ് ഇത് വേറെ രീതിയിലാണ്. CFD-യിൽ ഏതൊരു ഫേമിന്റെയും കമ്പനിക്കാർക്ക് ട്രേഡ് മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വഴി ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് ഇരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫണ്ടഡ് ടിക്സ് ആയിക്കോട്ടെ ഫണ്ട് എല്ലാ കമ്പനികൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഫണ്ടഡ് ടിക്സിൽ വരുന്ന ലോ ആയിരിക്കില്ല ഫണ്ടഡ് നെക്സ്റ്റിൽ വരുന്ന, കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് ഫ്യൂച്ചേഴ്സിലാണെന്നുണ്ടെങ്കിൽ ലൂസിഡ് ക്യാപിറ്റൽ ആയിക്കോട്ടെ, അപ്പെക്സിലായിക്കോട്ടെ, എല്ലാത്തിലും സെയിം ഡാറ്റ ആയിരിക്കും, സെയിം ലോയും ഹൈ ആയിരിക്കും ഉണ്ടാവുക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അതൊരു വർക്ക് ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് മാർക്കറ്റിന്റെ കീഴിലാണ്. കോമെക്സ് എന്ന് പറയുന്ന മാർക്കറ്റ്, CME എന്ന് പറയുന്ന മാർക്കറ്റിന്റെ കീഴിലാണ് ഈ പറയുന്ന പ്രൊഫൈംസ് എല്ലാം വരുന്നത്. അവരുടെ ഡാറ്റ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പെക്സിന്റെ പ്രൈസ് തന്നെ ആയിരിക്കും എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈസിന്റെ ഇതിൽ ലോ കാര്യങ്ങളിലൊന്നും അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉടായ്പ പരിപാടികളൊന്നും ഫ്യൂച്ചേഴ്സിൽ എടുക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റൂള് മെക്കാനിസം ഒന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ റൂൾസ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫ്യൂച്ചേഴ്സിന്റെ മനസ്സിലാക്കിയാൽ നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല പേഔട്ടൊക്കെ കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അതുപോലെ കോപ്പി ട്രേഡ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. നമുക്ക് ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് നമുക്ക് 20 അക്കൗണ്ട് വരെ കോപ്പി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലൂസിഡ് ക്യാപിറ്റലൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ ട്രേഡ്സി എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ഒരു ട്രേഡ്സി വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 അക്കൗണ്ട് ഒക്കെ വരെ കോപ്പി ചെയ്യാം. അതേപോലെ തന്നെ മറ്റ് ഫേംസും നമുക്ക് കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റും. ഫണ്ടഡ് നെക്സ്റ്റ് ആണെങ്കിൽ ഫണ്ടഡ് നെക്സ്റ്റ് കോപ്പി ചെയ്യാം, ഒരൊറ്റ ട്രേഡ്. നമുക്ക് കോപ്പി ട്രേഡിന്റെ ഒരു ബെനിഫിറ്റ് ഞാൻ മനസ്സിലാക്കിയത്തോളം നമ്മൾ എടുക്കുന്ന ആ റിസ്ക്കും ആ ഇതും സെയിം മോഡൽ, നമ്മുടെ ഇമോഷൻസ് എല്ലാം സെയിം ആയിരിക്കും. റിസ്ക് നമുക്ക് അക്കൗണ്ട്സിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവുമെങ്കിൽ ഇമോഷൻ സെയിം ആയിരിക്കും ഏതൊരു ട്രേഡ് എടുക്കുമ്പോൾ. അത് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ ഞാൻ 2025 ലാസ്റ്റാണ് ഫ്യൂച്ചേഴ്സിലേക്ക് വന്നത്. ലാസ്റ്റ് ഫ്യൂച്ചേഴ്സിലേക്ക് വന്നതിന് ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേഔട്ട് കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലൂസിഡ് ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ
വർക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് റൈസ് മോഡൽ തന്നെ പേ ഔട്ട് കൊടുക്കുന്നത്. അപ്പൊ വർക്ക് മാർക്കറ്റ് കുറച്ച് ലാഗിങ് ഉണ്ട്, പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനായിട്ട് ഒരു 7-8 ദിവസമൊക്കെ എടുക്കുന്നതായിട്ട് കാണുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസിഡ് ക്യാപിറ്റലിന്റെ പേ ഔട്ട് ക്രിപ്റ്റോ വഴി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പൊ ക്രിപ്റ്റോ വഴിയാകുമ്പോൾ നമുക്ക് 15 മിനിറ്റിനും 5 മിനിറ്റിനുള്ളിലൊക്കെ തന്നെ അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. അപ്പെക്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം ആണ്. അത് അവർ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേ ഔട്ട് നമുക്ക് കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും വരിക, പിന്നത്തെ പേ ഔട്ട് ഒക്കെ നമുക്ക് സെക്കൻഡ്സിനുള്ളിൽ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പം അത് ഡിഫറൻസ് ആണ്. നമുക്ക് ക്രിപ്റ്റോ ചൂസ് ചെയ്യാൻ അപ്പെക്സിൽ ഇതില്ല. അപ്പെക്സ് കുറെ പ്ലാനുകളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഗോൾഡ് അവർ ഈ ദിവസം കുറച്ച് ദിവസം മുമ്പ് ഡിസംബറിൽ ബാൻ ചെയ്താണ് ഗോൾഡ് ട്രേഡിംഗ്. ഇപ്പൊ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഗോൾഡ് ചെയ്യാനുള്ള ഇത് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു സൈറ്റ് നിങ്ങൾ ഒരു ഫേംസ് ഫണ്ടഡ് ഫേംസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ തന്നെ കണ്ണടച്ച് വിശ്വസിച്ച് എടുക്കാമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമ്മളും അതിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യാം. ട്രസ്റ്റ് പൈലറ്റിൽ പോയിട്ട് അത് നല്ലതാണോ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മളും കൂടി അനാലിസിസ് നടത്തിയിട്ട് വേണം ഈ അക്കൗണ്ടിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട്. ഇനി നമ്മളെല്ലാവരും മറ്റൊരു സൈറ്റാണ് നമ്മൾ പേ ഔട്ട് ജംഗ്ഷൻ എന്ന് പറയും. പേ ഔട്ട് ജംഗ്ഷനിൽ നമുക്ക് 24 ഹവറിൽ അറിയാൻ പറ്റും. ഫണ്ട് ബിപ്സ് തന്നെയാണ് ഏറ്റവും ടോപ്പ് ആയിട്ട് ഏറ്റവും കൂടുതൽ പേ ഔട്ട് കൊടുക്കുന്ന കമ്പനി. ഫണ്ട് ട്രേഡ് മാർക്കറ്റ്സ് അങ്ങനെ ഫണ്ട് ഇത്രയും കമ്പനികൾ ലേറ്റസ്റ്റ് 24 അവർ ആണ്. നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ഒരു 30 ഡേയ്സിന്റെ എങ്കിലും അനാലിസിസ് നടത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിൽ ഫ്യൂച്ചേഴ്സ് ഉണ്ട്, CFD ഉണ്ട്. അപ്പൊ ആ ഒരു 25 ഫ്യൂച്ചേഴ്സിന്റെ ഫേമാണ്. ഫണ്ടിങ് ടിപ്സ് ആണെങ്കിൽ CFD ആണ്. അപ്പൊ ഇത്തരം വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇത് വരുന്നത് പേ ഔട്ട് ജംഗ്ഷനിലേക്ക് വരുന്ന ഡാറ്റ എന്ന് പറയുന്നത് ക്രിപ്റ്റോ വഴിയുള്ള പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. മറ്റ് ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെയുള്ള ഫയേഴ്സ് ഒക്കെ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇപ്പൊ പ്രൊഫൈം മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈം മാച്ച് കുറച്ച് നാൾ മുമ്പ് ഫണ്ടിങ് ടിക്സിന്റെ കാര്യത്തിൽ അവർ ഡീലിസ്റ്റ് ചെയ്തിരുന്നു. അതേപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡീലിസ്റ്റ് കൂടി പ്രൊഫൈം മാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പേയ്മെന്റിന്റെ പേരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓഫറുമായിട്ട് വരുന്നേക്കുന്ന ക്യൂറ്റി ഫണ്ടഡ് എന്ന് പറയും. ക്യൂറ്റി ഫണ്ടഡ് എനിക്ക് 2024 ലാസ്റ്റ് ഒരു 2000 USD പേ ഔട്ടിന്റെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോയിലും അത് ചെയ്തിട്ടുണ്ട്. കുറെ പേര് ക്യൂറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് നമുക്ക് വേറെ ഒത്തിരി ഫേമസ് ഇപ്പോഴത്തെ സമയത്ത് എടുക്കാറുണ്ട്. 5 years ചൂസ് ചെയ്യാം. അതുപോലെ ഫണ്ടിങ് ടിപ്സ് അത്യാവശ്യം ഓഫറുള്ള സമയമുണ്ട്. അത്യാവശ്യം പേ ഔട്ട് റിജക്ഷൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അവരെ ഫണ്ട് നെക്സ്റ്റ് ചൂസ് ചെയ്യാം. ആൽഫ ക്യാപിറ്റൽ ഇത്രയും നല്ല നല്ല കമ്പനികളുള്ളപ്പോൾ എല്ലാവരും ഈ ബോഗോ ഓഫറും പകുതി പേയ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ചാടി കയറി പോകും. അപ്പൊ ഞാൻ ക്യൂറ്റി ഫണ്ടഡ് ലേറ്റസ്റ്റ് ആയിട്ട് പ്രൊഫൈം മാച്ച് ഡീലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു കുറെ ആൾക്കാർക്ക് ഒരു പേ ഔട്ട് നല്ല രീതിയിൽ റിജക്ഷൻ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കും. ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഏകദേശം 1448 USD പേ ഔട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയത് വെറും 140 USD ആണ്. അപ്പൊ അതിന്റെ ആൾക്കാർ ക്യൂറ്റിയുടെ ആൾക്കാർ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ആളുടെ 10% ആണ് അവർ പേ ഔട്ട് പ്രോമിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അതുവഴിയാണ് ആ $140 ആൾക്ക് കിട്ടിയത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ഉടായ്പ പരിപാടികളൊക്കെ ഈ ഒരു കമ്പനി നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്യൂറ്റി അതേപോലെ തന്നെ മറ്റ് ഫേംസിന്റെ ഇപ്പൊ GFT അതേ അത്തരത്തിൽ തന്നെയുള്ള ഒരു കമ്പനി ഓഫറിന്റെ കാര്യത്തിൽ ഭയങ്കര ഇതാണ്. അതുപോലെ GFT നിന്നും നമുക്ക് ലൈവ് അക്കൗണ്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈവ് അക്കൗണ്ട് കിട്ടി പേ ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പേ ഔട്ട് കൊടുക്കും. പക്ഷെ ലൈവ് അക്കൗണ്ട് വാങ്ങിച്ചെടുക്കാൻ ഇപ്പൊ 3-4 പേരെ എന്നെ കണക്ട് ചെയ്ത് വരുന്നു. അതിൽ ഒരാൾക്ക് ഒരു 5000 USD പേ ഔട്ട് ഇവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ലൈവ് അക്കൗണ്ട് കിട്ടാൻ ഒരു മാസമൊക്കെ എടുത്തിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ GFT ബോട്ട് ഫണ്ടഡിന്റെ ഒരു പ്രശ്നം. അപ്പൊ അത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ രണ്ട് കമ്പനികളും വളരെ ശ്രദ്ധിക്കുക. എന്തായാലും ഇപ്പൊ ഡീലിസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇനിയുള്ള കാര്യം കുറച്ച് ടഫ് ആയിരിക്കും ഇത് നിലനിന്ന് പോകുക എന്നുള്ളത്. അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെയാണ് ഈ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നമ്മളും പ്രൊഫൈം ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞത് സെലക്ട് ചെയ്യുക, നല്ല കമ്പനികളൊക്കെ സെലക്ട് ചെയ്യുക. ഇപ്പൊ കുറച്ചുകൂടി കോമ്പറ്റീഷൻ ഒക്കെ വന്നപ്പോൾ നല്ല നല്ല കമ്പനികളും നല്ല രീതിയിൽ പ്ലാനുകളിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഫണ്ട് ബിപ്സ് ആയിക്കോട്ടെ, ഫണ്ട് ബിപ്സ് ഇപ്പോൾ സ്കെയിൽ പ്ലാൻ പ്രൈം എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ രീതിയിൽ പ്ലാനും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും നല്ല ചൂസ് ചെയ്യുമ്പോൾ പലരും ഞാൻ കമന്റ് കണ്ടേക്കുന്നത് പല ഇതിലൊക്കെ കമന്റ് ഫണ്ടിങ് ഫേംസ് ഒക്കെ സ്കാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫണ്ടിങ് ഫേംസ് ഒന്നും അങ്ങനെ എല്ലാ ഫേംസ് ഒന്നും സ്കാം അല്ല. ചില സമയത്ത് നമ്മൾ എടുത്തു പോകുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ പൂട്ടി പോകുമ്പോൾ ഞാനായാലും ആ രീതിയിൽ സ്കാം ആണെന്ന് വിചാരിക്കും. പക്ഷെ പേ ഔട്ടൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്ന കമ്പനികളുണ്ട്. അപ്പൊ അത്രയും നല്ല കമ്പനികളെ നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് ഫണ്ടിങ് ഫേംസിന് പേ ഔട്ട് വരുമ്പോൾ ഏത് ബാങ്ക് ചൂസ് ചെയ്യണമെന്നുള്ളത്. അതിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ബാങ്കുകൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒഴിവാക്കാം, ഫെഡറൽ ബാങ്ക് ഉണ്ടെങ്കിൽ ഒഴിവാക്കാം, അതേപോലെ തന്നെ SBI ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. HDFC ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പോ പറഞ്ഞ GFT പേ ഔട്ട് നമ്മുടെ സ്റ്റുഡന്റിന് കിട്ടിയിരുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം ഏകദേശം ഞാനിപ്പോ പറഞ്ഞ നമ്മൾ റൈസിന്ന് ആയിക്കോട്ടെ എന്തിനായാലും നമ്മൾ ആദ്യം ഒരു $100 ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. അത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ബാലൻസ് എമൗണ്ട് എപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കാം. അദ്ദേഹത്തിന് കൊടുത്ത $100 HDFC ബാങ്കുകാർ അവിടെ ഹോൾഡ് ചെയ്യുകയായിരുന്നു. അദ്ദേഹം ട്രേഡിങ്ങിന്റെ ഡീറ്റെയിൽസും ഇതെല്ലാം കൊടുത്തിട്ടും അവർ ഹോൾഡ് ചെയ്തു. സാധാരണ HDFC അങ്ങനെ ചെയ്യുന്ന ഒരു രീതി അല്ലായിരുന്നു. അതെന്തോ അങ്ങനെ വന്നു. അതേപോലെ തന്നെ
ഫെഡറൽ ബാങ്കിലും അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇതേപോലെ ഒരു ക്ലയന്റിന് നമ്മൾ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവർക്ക് നേരെ റൈസിലേക്ക് റീഫണ്ട് ചെയ്ത് കൊടുത്തു. HDFC പക്ഷെ അത് അങ്ങനെ ചെയ്തില്ല. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് നേരെ അവർക്ക് റൈസിന്റെ വാലറ്റിലേക്ക് തിരിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു കോട്ടക് ബാങ്ക് എടുക്കാൻ വെച്ചിട്ട് ആൾ കോട്ടക് ബാങ്ക് എടുത്തു. ആ പേ ഔട്ട് അങ്ങനെ റിലീസ് ചെയ്തെടുത്തു. അപ്പൊ ബാങ്ക് ചൂസ് ചെയ്യുമ്പോൾ നിലവിൽ കുഴപ്പമില്ലാത്തത് കോട്ടക് ബാങ്ക് മാത്രമാണ്. ഇതേപോലെ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത് ആൽഫ ക്യാപിറ്റലിന്റെ ഒരു പേ ഔട്ട് കുറച്ച് നാൾ മുമ്പ് 2 വർഷം മുമ്പാണല്ലോ ഞാൻ ആക്സിസിലേക്കാണ് ആ പേ ഔട്ട് എടുത്തത്. ആ ഇതിൽ നമുക്ക് ട്രേഡർ എന്ന് പറഞ്ഞിട്ട് അവർ മെൻഷൻ ചെയ്തു. അത് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കി. അവർ എന്നിട്ട് വിളിച്ചു. അതിനുശേഷം ഞാൻ എഗ്രിമെന്റ് കാണിച്ചപ്പോൾ എനിക്ക് ഫണ്ട് റിലീസ് ചെയ്തു. അത് എല്ലാ ബാങ്കുകാരും അതേപോലെ ചെയ്തു തന്നെ എന്നില്ല. അപ്പൊ നിങ്ങളും അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം ബാങ്ക് അക്കൗണ്ട് എല്ലാം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കുക. അതേപോലെ തന്നെ ക്രിപ്റ്റോ വഴിയുള്ള പേയ്മെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ P2P ഒക്കെ ചെയ്ത് സ്കാമിൽ പെടും. വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാലും നല്ല ടീംസ് ഒക്കെ പേയ്മെന്റ് ഒക്കെ തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെയും ട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ക്രിപ്റ്റോ വഴിയുള്ള പേയ്മെന്റ് എടുക്കാൻ മതിയാവും. അല്ലെങ്കിൽ ചിലർക്ക് ക്രിപ്റ്റോ കയ്യിൽ വെച്ചിട്ട് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരൊക്കെ ഇടയ്ക്ക് കോൺടാക്ട് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എപ്പോഴും ബാങ്ക് ത്രൂ എടുക്കാൻ നമുക്ക്. അതേപോലെ തന്നെ ഫ്യൂച്ചർ ഏത് ഫേംസിന്റെ ആയാലും നമുക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ട്. നമുക്ക് നിലവിൽ നമ്മൾ അവരുടെ അനലിസ്റ്റ് ആണ് അല്ലെങ്കിൽ അവരുടെ കോൺട്രാക്ടർ ആണ്. നമുക്കെല്ലാം കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് ടാക്സ് ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. എപ്പോഴും നല്ല ഫേംസ് ചൂസ് ചെയ്യുക. വീണ്ടും എടുത്തു പറയാം, 5 years CFD ആണെങ്കിൽ 5 years ട്രൈ ചെയ്യാം, ഫണ്ട് ടിപ്സ് ട്രൈ ചെയ്യാം, ആൽഫ ക്യാപിറ്റൽ ട്രൈ ചെയ്യാം, ഫണ്ട് നെക്സ്റ്റ് ട്രൈ ചെയ്യാം. ഇനി ഫ്യൂച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പെക്സിനേക്കാളും കുറച്ചും ബെറ്റർ ലൂസിഡ് ക്യാപിറ്റൽ ആണ്. ഫസ്റ്റ് ടൈം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 50% ഓഫർ കിട്ടും. 50K അക്കൗണ്ടിന് ഏകദേശം $70 നമുക്ക് എക്സ്പെൻസിന്. ഏകദേശം $6,500 ആണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത്. അപ്പെക്സ് ഇപ്പൊ കുറച്ച് ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പെക്സിന് പയ്യൊന്ന് മാറിയിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ബുൾനോക്സ് നമുക്കൊരു $15 കൊടുത്താൽ അക്കൗണ്ട് 50K അക്കൗണ്ട് ഒക്കെ കിട്ടും. അപ്പൊ പല നല്ല നല്ല കമ്പനികൾ നോക്കി ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡിംഗിലേക്ക് ഇത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ CFD തന്നെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ 3-4 പേർക്കൊക്കെ ഫ്യൂച്ചേഴ്സിലേക്ക് വന്നതിന് ശേഷം 1-2 പേ ഔട്ട് ഒക്കെ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ഡിഫറെന്റ് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഫ്യൂച്ചേഴ്സിലേക്ക് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യുക. പിന്നെ നമുക്ക് MT5 പ്ലാറ്റ്ഫോം എന്നല്ല, അവരുടെ വെബ് പ്ലാറ്റ്ഫോമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. നിങ്ങൾ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ ട്രേഡബോട്ടോ മറ്റു കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. നിഞ്ച ട്രേഡ് തിരഞ്ഞെടുത്താൽ കുറച്ച് ടൈറ്റ് ആയിരിക്കും അവരുടെ ആക്സസ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ലൂസിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ്സ് സെലക്ട് ചെയ്യാം. അത് നമുക്ക് ട്രേഡിംഗ് വ്യൂ മോഡൽ തന്നെയാണ് ആക്സസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. ട്രേഡബോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ട്രേഡബോട്ട് കണക്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂയിലേക്ക് ആക്സസ് കിട്ടും. അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ഫണ്ട് നെക്സ്റ്റിൽ എടുക്കുന്ന അതേ ട്രേഡ് തന്നെ കോപ്പി ചെയ്യാനായിട്ട് ലൂസിഡ് ക്യാപിറ്റലിലും പറ്റും. അത് അലൗഡ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഒരു പേ ഔട്ട് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും അക്കൗണ്ടുകൾ എടുത്ത് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കുക. 10-20 അക്കൗണ്ട് വരെ ഫ്യൂച്ചേഴ്സിൽ ഒരേ സമയം കോപ്പി ചെയ്യാൻ പറ്റും. നമുക്ക് റിസ്ക് കൂടുതൽ ചില സമയങ്ങളിൽ നമുക്ക് കോപ്പി ചെയ്യുമ്പോൾ വന്നേക്കാം. പക്ഷെ നമുക്ക് എല്ലാ സമയം ഇമോഷൻ നമുക്ക് സെയിം ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രേഡ് എടുക്കുന്ന ആ റിസ്ക് ഇമോഷൻ തന്നെയായിരിക്കും നമ്മൾ 10 അക്കൗണ്ടിലും ചെയ്യുമ്പോൾ. നമുക്ക് കുറച്ചും കൂടി 10 അക്കൗണ്ടിലും കുറച്ചുള്ള അക്കൗണ്ടിൽ കോപ്പി ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു റിസ്ക് അല്ലെങ്കിൽ ഇമോഷൻ എല്ലാം സെയിം മോഡൽ തന്നെയായിരിക്കും. റിസ്ക് പക്ഷെ 10 അക്കൗണ്ട് ഒക്കെ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് വേറെ ആയിരിക്കും. എന്തായാലും വളരെ ശ്രദ്ധിച്ച് കോപ്പി ട്രേഡ് ഒക്കെ എടുക്കുമ്പോൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ വളരെ ശ്രദ്ധിച്ചൊക്കെ മാത്രം കോപ്പി ട്രേഡിലേക്കൊക്കെ പോകാം. ഫസ്റ്റ് ടൈം നിങ്ങൾ ഒരു പേ ഔട്ട് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു അക്കൗണ്ട് കൂടി കോപ്പി ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുക. അതേപോലെ നമുക്ക് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ലൈവായിട്ടുള്ള ട്രേഡ് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അത് നമുക്ക് ലൈവായിട്ടുള്ള ആക്സസ് കാര്യങ്ങളും മറ്റും കിട്ടുന്നതാണ്. മറ്റൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് മറ്റൊരു ദിവസം കാണാം.